Good morning, student. At the university question is evaluate integral 0 to 1, integral y square to 1, integral 0 to 1 minus x dz dx dy. May 2019 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഇന്റഗ്രൽ 0 to 1, ഇന്റഗ്രൽ y square to 1, ഇന്റഗ്രൽ 0 to 1 minus x x dz dx dy. Integral 0 to 1, integral y square to 1, x dz നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? x dz x കോൺസ്റ്റന്റ് ആണ്. x z 0 to 1 minus x dx dy. അപ്പോൾ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x കോൺസ്റ്റന്റ് ആണ്. z ആണ് ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് z വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ x കോൺസ്റ്റന്റ് ആയതുകൊണ്ട് x into ആ 1 നെ ഇന്റഗ്രേറ്റ് z വരും. ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് 1 minus x. ഇനി നമ്മൾ ആ ലിമിറ്റ് കൊടുക്കുക 0 to 1 y square to 1 x into 1 minus x അപ്പർ ലിമിറ്റ് കൊടുത്ത് ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല dx dy. That is equal to integral 0 to 1 integral y square to 1 x minus x square dx dy. ഇനി നമ്മൾ ഇതിനെ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ integral 0 to 1 then x square by 2 minus x cube by 3. X integrate ചെയ്യുമ്പോൾ x square by 2 വരും. X square integrate ചെയ്യുമ്പോൾ x cube by 3. Then lower limit y square, upper limit 1 dy. That is integral 0 to 1 limit കൊടുക്കുക. ലിമിറ്റ് കൊടുക്കുമ്പോൾ x ന് 1 കൊടുക്കുമ്പോൾ 1 by 2 minus x ന് 1 കൊടുക്കുമ്പോൾ 1 by 3. 1 by 2 minus 1 by 3. അപ്പർ ലിമിറ്റ് കൊടുത്തു. ഈ ലോവർ ലിമിറ്റ് കൊടുക്കുക. x ന് y സ്ക്വയർ കൊടുക്കുമ്പോൾ y raised to 4 by 2 minus x ന് y സ്ക്വയർ കൊടുക്കുമ്പോൾ y raised to 6 divided by 3. That is integral 0 to 1. 1 by 2 minus 1 by 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 6 ആണ്. 1 by 2 minus 1 by 3 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 by 6 വരും. മൈനസ് y raised to 4 by 2 plus y raised to 6 by 3. ഇനി ഇതിനെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 by 6 into y minus 1 by 2 into y raised to 5 by 5 plus 1 by 3 into y raised to 7 by 7. അപ്പോൾ 1 ഇന്റഗ്രേറ്റ് ചെയ്യാൻ y വരും. y raised to 4 into y raised to 5 by 5 y 6 into y raised to 7 by 7. Then lower limit 0, upper limit കൊടുക്കുമ്പോൾ 1 by 6 minus then രണ്ടാമത്തെ ടേമില് 1 by 10 1 by 10 plus അടുത്ത ടേമില് 1 by 20 ഇങ്ങനെയാണ്. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 by 6 minus 1 by 10 പ്ലസ് 1 by 21. ഇനി ഇത് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 by 6 minus 1 by 10 ഈ രണ്ട് ടൈം മാത്രം നമ്മൾ സിംപ്ലിഫൈ ചെയ്തിരിക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടണേ? 10 minus 6 by 60 പ്ലസ് 1 by 21. 10 minus 6 എന്ന് പറഞ്ഞാൽ 4 by 60 പ്ലസ് 1 by 21. 4 by 60 എത്രയാ? 1 by 50. കാരണം 4 4 4 20 4 2 6 plus 1 by 21. That is equal to cross multiply 21 plus 15 plus divided by 21 into 15. 21 into 15 എന്ന് പറയുമ്പോൾ 5 5 5 2 10 1 1 2 2 നമുക്ക് 5 1 2 315. അപ്പോൾ നമുക്ക് 21 15 5 6 36 by 315. ഇതിന് വേണ്ടി ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? 4 by 35 എഴുതാം. അതായത് 9 കൊണ്ട് ഇവിടെ ഗുണിച്ച് 4 36 വരും. 9 കൊണ്ട് 35 ഗുണിച്ചാൽ 315. 9 45 9 3 27 4 31. അപ്പോൾ ഫൈനൽ ആൻസർ എന്താണ്? 4 by 35 എന്നാണ് ഇതിന്റെ ആൻസർ. ഇത് ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ പ്രോബ്ലം ആണ്. ആദ്യം z വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു, രണ്ടാമത് x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, മൂന്നാമത് y വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെ ഓരോ പ്രാവശ്യം ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ z വെച്ച് ഇന്റഗ്രേഷൻ z-ന്റെ ലിമിറ്റ് കൊടുക്കുക, x വെച്ച് ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ x-ന്റെ ലിമിറ്റ് കൊടുക്കുക, y വെച്ച് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ y ന്റെ ലിമിറ്റ് കൊടുക്കുക.
അങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ 4/35 എന്നാണ്. ഇത് മെയ് 2019 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് KT ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.